പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പാഠമായ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ വീർ ബഹൂട്ടി, അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ സബ്സെ ബഡാ ഷോമേൻ എന്നീ രണ്ട് പാഠങ്ങളിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹദാശ സേ കെ വ്യക്തി ബൈഠ് ഗയ, അയാം കലാം കെ ബഹാനെ, ടൂട്ടാ പഹിയ എന്നീ പാഠങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ മറ്റു പാഠങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ, വീർ ബഹൂട്ടി എന്ന് പറഞ്ഞ പാഠത്തിലെ പ്രധാനമായിട്ട് സാഹിലും ബേലയും വീർ ബഹൂട്ടികളെ തിരയുന്ന പാഠഭാഗത്തിൻ്റെ ഒരു പടുക്കഥ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ കടയിൽ മഷി വാങ്ങാൻ പോകുന്ന സമയത്തുള്ള പടുക്കഥ, പിന്നീട് അവർ റിസൾട്ട് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഭാഗത്തുള്ള പടുക്കഥ. ഈ പടുക്കഥയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കോൺവെൻസേഷൻ ആയിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയം, സാഹിലും ബേലയും സ്കൂളിൽ പോകുമ്പോൾ വീർ ബഹൂട്ടിയും കോച്ചിത്തെ വീർ ബഹൂട്ടികളെ തിരയുന്നു. പ്രസ്തുത പാഠഭാഗക്ക പടുക്കഥ തയ്യാർ കീജിയെ. ഈ പാഠഭാഗത്തിൻ്റെ പടുക്കഥ തയ്യാറാക്കാൻ പടുക്കഥ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സ്ഥാൻ നമ്മൾ എഴുതണം ഖേത്ത്, അല്ലെങ്കിൽ കസ്ബേസെ സട്ടാ ഖുവാ ഖേത്ത്, പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന വയൽ, അതൊന്നും വേണ്ട, ഖേത്ത് മതി. സെക്കൻഡ് സമയ സുബൈ 9 ബജെ. പാത്ര സാഹിൽ ഓർ ബേല, പാത്രോं की उम्र 11 साल. വേഷഭൂഷ സ്കൂളിൽ വർത്തി, എത്രയും എഴുതി വേണം. എന്നിട്ട് ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, താഴോട്ട് പോകുന്നതിന് മുമ്പ് സാഹിൽ ഓർ ബേല വീർ ബഹൂട്ടിയോं को देख रहे हैं എന്ന് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ബേല, സാഹിൽ ദേക്കോ, സാഹിലെ നോക്കൂ. സാഹിൽ ക്യാ ഹെ ബേല, എന്താ ബേലെ? ബേല ദേക്കോ സാഹിൽ കുച്ച് ജീവിയാ ഹെ, നോക്കൂ സാഹിലെ കുറച്ച് ജീവികളെ കണ്ടോ. അപ്പൊ സാഹിൽ ഓഹോ ബേല ये വീർ ബഹൂട്ടിയാ ഹെ, ഇത് വീർ ബഹൂട്ടികളാണ്. ബേല വാ ദേഖനെ മേ കിത്തന സുന്ദർ ഹെ, കാണാൻ എന്തൊരു ഭംഗിയാണ്. സാഹിൽ ദേക്കോ ബേല, നോക്കൂ ബേലെ, ഇസ്കാ രംഗ് തുമാര റിബൺ ജൈസെ ലാൽ ഹെ, ഇതിൻ്റെ കളർ നിന്റെ റിബണുകൾ പോലെ അതിസുന്ദരമാണ്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ബേല ഹാം സുനാ ഹെ, ഞാൻ കേട്ടു. സ്കൂൾ കി പഹലി ഗണ്ടിയിലേക്ക്, സ്കൂളിലെ ആദ്യത്തെ ബെല്ലടിച്ച് ഞാൻ കേട്ടു. സാഹിൽ തോ ചലോ, അപ്പോൾ ഇവൻ പറഞ്ഞത് കേട്ടോന്നാ ചോദിച്ചത്, അവൾ പറയുന്നത് ഞാൻ സ്കൂളിൽ ബെല്ലടിച്ച് കിട്ടും. സാഹിൽ തോ ചലോ, നടക്ക്. മുച്ചേ പെൻമേ സ്യാഹി ബി ബർവാനി ഹെ, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം ദുക്കാൻ സെ, കടയിൽ നിന്ന്. ബേല തോ ജൽദി ചലോ സാഹിൽ, അങ്ങനെയാണ് പെട്ടെന്ന് നടക്കൂ സാഹിലെ. ബ്രാക്കറ്റിൽ ദോനോം സ്കൂൾ കി ഓർ ജാത്തെ ഹെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതാണ് ഒന്നാമത്തെ പടുക്കഥ. രണ്ടാമത്തെ കടയിലെത്തിക്കഴിഞ്ഞ് മഷി വാങ്ങുന്നതാണ് എന്ന് നോക്കാം. സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയ ദുക്കാൻ മേ സ്യാഹി ബർവാനെ കോ ജാത്തി ഹെ, കടയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി കയറുന്നു. പ്രസ്തുത പാഠഭാഗക്ക പടുക്ക തയ്യാർ കീജിയെ. ഈ പാഠഭാഗത്തിന് പടുക്ക എഴുതാൻ. സ്ഥാൻ നമ്മൾ എന്താ പറയുക, സ്കൂൾ കെ പാസ് ദുക്കാൻ. സമയ സുബഹ് 9 ബജെ. പാത്ര സാഹിൽ ബേല ഓർ ദുക്കാൻദർ. ഉമ്ർ സാഹിൽ ഓർ ബേല 11, ദുക്കാൻ ബാൽ ലഗ്ഭഗ്, കടക്കാരൻ ഏകദേശം 25, 50, 25, 50, നമ്മൾക്ക് ഇഷ്ടം പോലെ. വേഷഭൂഷ സ്കൂളിൽ വർത്തി രണ്ടുപേർക്കും. ദുക്കാൻദാർ മാമൂലി കപ്പട, കടക്കാരൻ സാധാരണ വസ്ത്രം. എന്നിട്ട് സാഹിൽ ഓർ ചോട്ടിൽ എഴുതുക. സാഹിൽ ഓർ ബേല ദുക്കാൻ കെ സാമനെ കെടാ ഹെ, സാഹിലും ബേലയും കടയുടെ മുൻപിൽ നിൽക്കുന്നു. എന്നിട്ട് അവരുടെ സംഭാഷണം. ബേല ജി ഏക്ക് പെൻ സ്യാഹി ബർദോ, ഒരു പേനയിൽ മഷി നിറച്ചൊരു. ദുക്കാൻദാർ ബേഠാ കുഞ്ഞേ സ്യാഹി കി ബോത്തൽ അബി ഖാലി ഹോ ഗയി, മഷീൻ്റെ കുപ്പി ഇതാ ഇപ്പോഴങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. സാഹിൽ അപ്പോൾ സാഹിൽ ഉദാസ് ബാബുസെ, अब तो क्या करे, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ബേല ജി ലേക്കിൻ ഇസ്നെ കലമേ ജോ സ്യാഹി, എന്നാൽ ഇവൻ പേനയിൽ എന്ത് മഷി ഉണ്ടായിരുന്നോ ഉസേ ബി ജമീൻ പർ ചിടുക്ക് ദിയ, അതും കൂടി ഭൂമി കുടഞ്ഞു കളഞ്ഞല്ലോ. ദുക്കാൻദാർ ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഠുലാനാ ചാഹിയേ, കാർമേഘത്തെ കാണുമ്പോഴേക്ക് പാത്രത്തിലെ വെള്ളം കമത്തരുത് മക്കളെ. ബേല ആപ്പിനെ സഹി കാ, നിങ്ങൾ കറക്റ്റ് പറഞ്ഞു. ദുക്കാൻദാർ ठीक है कौन सी में പഠിത്തോ, ആട്ടെ നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? സാഹിൽ ബുരേ മനസ്സേ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 5वीं में 5. ദുക്കാൻദാർ ദോനോ രണ്ടാളും. ബേല ഉത്സാഹസെ വളരെ ഹാപ്പിയോടി. ഹാ ജി ദോനോ, അതെ ഞങ്ങൾ രണ്ടുപേരും. ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ, ഞങ്ങൾ രണ്ടാളുടെ ഡിവിഷനും ഒന്നാണ്. എ സാഹിൽ ഓർ ബേല സ്കൂൾ കി ഓർ ജാൻ ലഗ്തേ, പിന്നെ സാഹിൽ ബേല ഇതും പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. അതാണ് അവർ. അടുത്ത പടുക്കഥ നമുക്ക് വരുന്നത് ഇതാണ്, ലാസ്റ്റ് ആണ്. 5वीं कक्षा का റിസൾട്ട് ആകിയ, അവസാനം 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. സാഹിൽ ഓർ ബേല അലഗ് അലഗ് സ്കൂൾ മേ പഠനെ ജാത്തെ, സാഹിലും ബേലയും ഇനി മുതൽ വേറെ സ്കൂളിൽ പഠിക്കേണ്ടി വരും. ബേല രാജീവ് കന്യാ പാഠശാല മേ ഓർ സാഹിൽ അജ്മീർ ഹോസ്റ്റൽ മേ, രാജീവ് കന്യാ പാഠശാലയിലും അജ്മീർ ഹോസ്റ്റലിലും പഠിക്കേണ്ടി വരും. ബാദ് മേ ഉन्हें एक साथ पढ़ने का अवसर नहीं मिलेगा, ഇനി അവർക്ക് ജീവിതത്തിൽ ഒരുമിച്ച് പഠിക്കാൻ അവസരം കിട്ടുകയില്ല.
വീർബഹുട്ടി കഹാനി का ये अंश പഠിക്കർ एक പഠിക്കുക തയ്യാർ कीजिए. ഈ പാഠഭാഗം ഞാൻ വായിച്ച ടെക്സ്റ്റ് ഭാഗമാണ്, അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നത് ഇതാണ്. അപ്പോൾ സ്ഥാൻ गाँव का स्कूल, ഗ്രാമത്തിലെ സ്കൂളിൽ. समय सुबह 9 बजे और 10 बजे. पात्र साहिल और बेला. पात्रों की उम्र 11 साल. वेशभूषा स्कूली वस्त्र. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ആൻസറിലേക്ക് കോൺവെർസേഷനിലേക്ക് പോകുന്ന എടുക്കുക. ബേല और साहिल आपस में रिपोर्ट कार्ड देख रहे. ബേലയും സാഹിലും റിപ്പോർട്ട് കാർഡ് നോക്കുന്നു. आज आखिरी बारी वे एक दूसरे के कोई चीज़ को छूकर देख रहे. ഇന്ന് അവസാനമാണ് ഒരാൾ മറ്റൊരാളുടെ പുസ്തകം, നോട്ട് മുതലായൊക്കെ തൊട്ട് നോക്കുന്ന ദിവസം. ബേല. ഇനി കോൺവെർസേഷൻ ഇതാ. അരേ സാഹിൽ ഹം പാസ് ഹോ ഗേ. നോക്കൂ, പ്രോഗ്രസ് കാർഡ് കിട്ടിയപ്പോൾ നോക്കി, നമ്മൾ രണ്ടാളും പാസ്സായിട്ടുണ്ട്. സാഹിൽ കിത്തനി ഖുഷിക്ക് ബാത്ത് ഹേ നാ. എന്തൊരു സന്തോഷമാണല്ലേ. ബേല ഖുഷി ഹേ പർ ദുഃഖ് ബി ഹേ. സന്തോഷമൊക്കെയാണ്, പക്ഷേ ദുഃഖമാണ്. സാഹിൽ ക്യോ ബേല, എന്തിനാ ബേലെ. ബേല ഹമാരാ സ്കൂൾ 5वीं कक्षा तक ही है. നമ്മളെ സ്കൂൾ 5 വരെയല്ലേ ഉള്ളൂ സാഹിലെ. സാഹിൽ യേ ബാത്ത് ठीक है, ഇത് വളരെ കറക്റ്റാണ്. അബ് തും കഹാ പഠോഗി ബേല. ഇനി നീ എവിടെയാ പഠിക്കുക ബേലെ. ബേല മേരാ പാപ്പ, എൻ്റെ പാപ്പ മുझे എന്നെ രാജകീയ കന്യാ പാഠശാല സംസ്ഥാന വനിതാ സ്കൂളിൽ ഭേജനേക്ക് തയ്യാറി മീ ഹേ, അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓർ തും നീ എവിടെയാ പഠിക്കുക. സാഹിൽ പാപ്പ മുझे അജ്മീർ ഭേജനേക്ക്, എൻ്റെ പാപ്പ എന്നെ അജ്മീറിൽ അയക്കുന്ന പറഞ്ഞത്. ബേല അബ് തും ഫുലേര മേ ഹി നഹി രഹേംഗെ. അങ്ങനെയാണ് നീ ഇനി ഫുലേരയിൽ ഉണ്ടാവില്ലല്ലേ. അതും പറഞ്ഞ് അവൾ കരയാണ്. അപ്പോൾ സാഹിൽ ആങ്കോ മേ ആസു ക്യോ ഹെ ബേല. നിന്റെ കണ്ണിൽ കണ്ണുനീർ വരുന്നത് എന്തുകൊണ്ടാണ് ബേലെ. ബേല ബരേ ഹുയി ആങ്കോ സെ, നിറഞ്ഞ കണ്ണോടി. മുച്ചയ്ക്കാ പത, അതെങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം. അപ്പോൾ സാഹിൽ की आंखें വീർബഹുട്ടി तरह लाल होने लगी. സാഹിലിൻ്റെ കണ്ണപ്പോൾ സങ്കടം കൊണ്ട് ചുവപ്പ് കളറാവാൻ തുടങ്ങുന്നു. और उनमें बारिश की बूंदों सा पानी भर गया. അവൻ്റെ കണ്ണിലും മഴത്തുള്ളി പോലെ വെള്ളം നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് 3 പ്രധാനപ്പെട്ട കോൺവെർസേഷൻ. മറ്റേ ഏരിയയിൽ നിന്ന് വരാം, മറ്റേ ഏരിയയിൽ നിന്ന് നോക്കി വെക്കണം. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് പ്രധാനപ്പെട്ടത്, ആ പാഠത്തിലെ ഒരു വില്ലൻ കഥാപാത്രം എന്ന പോലെയുള്ള ഒരാളാണ് നമ്മുടെ സുരേന്ദ്ര മാഷ്. കുട്ടികൾ വളരെ പരുഷമായി പെരുമാറുന്ന ആളാണ്. ആ സുരേന്ദ്ര മാഷിനെ കുറിച്ചുള്ളൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. വീർബഹുട്ടി പാഠിക്ക് ആധാർ पर, വീർബഹുട്ടി പാഠത്തെ ആസ്പദമാക്കി സുരേന്ദ്ര മാഷ് സാബ് കെ ചരിത്ര ചിത്രം ലിഖേ. സുരേന്ദ്ര മാഷിനെ കുറിച്ചുള്ള ചരിത്ര ചിത്രം ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. ഉത്തരം പ്രഭാത് ജീനെ ലിഖേ ഹുയെ. പ്രഭാത് ജി എഴുതിയ ഏക് സുന്ദർ കഹാനി ഹേ വീർബഹുട്ടി. ഒരു സുന്ദരമായ കഥയാണ് വീർബഹുട്ടി. ഈസ് കഹാനിക്ക് ഏക് പ്രധാൻ പാത്ര ഹേ. ഈ പാഠത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുരേന്ദ്ര മാഷ് സാബ്, സുരേന്ദ്ര മാഷ്. വേ സാഹിൽ ഓർ ബേല കെ സ്കൂൾ കെ ഗണിതയ്ക്ക് അധ്യാപക. അദ്ദേഹം ബേലയുടെയും സാഹിലിൻ്റെയും സ്കൂളിലെ മാത്തമാറ്റിക്സിൻ്റെ അധ്യാപകനാണ്. വേ സ്വഭാവ് സെ ഗുസാലു ഹേ. അയാൾ വളരെ ദേഷ്യക്കാരനാണ്. ബച്ചെ ഉൻകെ നാം സുൻതേ ഹി ഡർ ജാത്തെ. കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത് പോലും ഭയമാണ്. ഉൻകെ പീരീഡ് കെ 2 മിനിറ്റ് പഹലെ ഹി. അദ്ദേഹത്തിൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ ബച്ചെ അപ്പനെ ജഗോം पर ആക്കർ ബൈഠ് ജാത്തെ. കുട്ടികൾ തങ്ങളുടെ സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണ്. കാരണം ഇൻ്റർവെല്ലിന് ശേഷമാണ് മൂപ്പരുടെ പീരീഡ് വരുന്നത്. ജരാബി ഗലത്തി पर അല്പമെങ്കിലും ബച്ചെ അപ്പനെ ഉൻകെ പീരീഡ് കെ 2 മിനിറ്റ് പകലകി ബച്ചെ അപ്പനെ ജഗം पर ആക്കർ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പീരീഡിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ വന്നിരിക്കും. ജരാബി ഗലത്തി पर ഇത്തിരിയെങ്കിലും തെറ്റ് വന്നാൽ വേ ബച്ചോം കോ മാർത്തത്. അദ്ദേഹം കുട്ടികൾ അടിക്കുമായിരുന്നു. ബച്ചോം കോ ഇതർ ഉദർ ഫേങ് ദേത്തെ. കുട്ടികൾ അവിടെ ഇവിടെ എടുത്തെറിയും. യാ ചാപ്പട് മാറലേക്തെ, അല്ലെങ്കിൽ പൊതിരെ അടിക്കും. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ. അദ്ദേഹത്തിൻ്റെ കൈ അടിക്കാൻ ആരംഭിച്ചാൽ രുക്കനാ ഭൂൽ ജാത്തെ, നിൽക്കാൻ പോലും മറന്നുപോകും. ലാസ്റ്റ് പാരഗ്രാഫ് ബച്ചോം കെ മൻമേ. സത്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഖുഷി ബർക്കർ, സന്തോഷം നിറച്ചിട്ട്, ജിജ്ഞാസ പൈദാ കർക്കെ, അറിയാനുള്ള ടെൻഡൻസി രൂപപ്പെടുത്തിയിട്ട്, പഠായി കർണേക്ക ക്ഷമത, പഠിപ്പിച്ചെടുക്കാനുള്ള കഴിവ് സുരേന്ദ്ര മാഷ് സാബ് पर नहीं थे. സുരേന്ദ്ര മാഷിൽ ഇല്ലായിരുന്നു. ആജ് കെ ജമാനെ में, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ് തരഹക്കെ അധ്യാപകർ, ഈ രീതിയിലുള്ള അധ്യാപകർ ബച്ചോം കി പഠായിക്ക് സാമനേക്ക് റുക്കാവട്ട് ഹെ. കുട്ടികളുടെ പഠനത്തിന് മുമ്പിൽ തടസ്സം തന്നെയാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കണം, പക്ഷേ കുട്ടികൾക്ക് സന്തോഷം നൽകുന്നത് കൂടിയായിരിക്കണം അധ്യാപകൻ. അവരെ ചിന്ത ഉൽപ്പാദിപ്പിക്കുന്നതും കൂടിയായിരിക്കണം അധ്യാപകൻ. അതാണ് ആധുനിക കാലഘട്ടത്തിലെ ഒരു വിദ്യാഭ്യാസ രീതി. ഓക്കെ, ഇത്രയും. അത് കഴിഞ്ഞാൽ ആ പാഠത്തിൽ ഇനി നമുക്ക് എന്താ നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ, അജ്മീർ ഹോസ്റ്റലിൽ പോയിട്ട് സാഹിൽ ബേലയ്ക്കും ബേല സാഹിലിനൊരു കത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവാം, ആ കത്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സാഹിൽ അജ്മീർ ഹോസ്റ്റലിൽ में പഠിത്തേ. സാഹിൽ അജ്മീർ ഹോസ്റ്റലിൽ പഠിക്കുന്നു. ഉസ്കോ ബേലാക്ക് യാദാകയ. അവന് ബേലയെക്കുറിച്ച് ചിന്ത വന്നു. ഉസ്നെ അപ്പനെ സഹേലി ബേലാക്കോ പത്ര ലിഖ. അവൻ തൻ്റെ കൂട്ടുകാരി ബേലയ്ക്ക് കത്ത് എഴുതി. വോ പത്ര കൽപ്പന കർക്കലിക്ക്. ആ കത്തൊന്ന് ഭാവന എഴുതാൻ. അപ്പോൾ നമ്മൾ സ്ഥാൻ താരിഖ് എഴുതണം. പ്രിയ മിത്ര അല്ലെങ്കിൽ പ്രിയ ബേല. ഇത് വളരെ സാധ്യത കുറവുള്ളൊരു പാഠമാണ്, പക്ഷേ ഒരു കത്ത് വന്നാൽ എങ്ങനെ എഴുതാൻ അറിയാം. തും കൈസേ ഹോ. എന്തൊക്കെയുണ്ട്? ഖുഷ് ഹേന, സുഖമല്ലേ? മേ യഹാം കുശൽ സേ ഹോ. ഞാനിവിടെ ഹാപ്പിയാണ്. അപ്പോൾ മേരെ ലി യഹാം ബഹുത്ത് മിത്ര ഹേ. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
ഉൻകെ അനേക ഛാത്ര ഭാരത് കെ അലഗ് അലഗ് രാജ്യവും സേ, ധാരാളം കുട്ടികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. യാ ബോത്ത് ഛാത്ര പഠിത്തേ, ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നു. ഫിർ ബി ബല, എങ്കിലും ബലെ തേരെ ബിനാ മുച്ചേ അകലാപ്പൻ മഹസൂസ് ഹോത്തായി, നീ ഇല്ലാതെ എനിക്ക് ഇത്ര ആൾക്കൂട്ടത്തിനിടയിലും ഏകാന്തതയാണ് അനുഭവപ്പെടുന്നത്. ഹമാരെ സ്കൂൾ और ഹോസ്റ്റൽ ബഹുത്ത് ബഡാ ഹെ, ഞങ്ങളുടെ സ്കൂളും ഹോസ്റ്റലൊക്കെ വളരെ വലുതാണ്. യഹാം പഠായി ബഹുത്ത് അച്ഛേ സെ ചൽ രഹാ, ഇവിടെ പഠനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. യഹാം ഹമാരെ സ്കൂൾ കെ ആംഗൻ മേ और मैदान के चारों तरफ, ഇവിടെ സ്കൂളിൻ്റെ മുറ്റത്തും മൈതാനത്തിൻ്റെ ചുറ്റുപാടും ബഹുത്ത് ഛായാദാർ പേട്, ധാരാളം തണൽ വൃക്ഷങ്ങളുണ്ട്. ഉസ്മേ ബഹുത്ത് ജാമുൻ കാ പേട് ഭി, അതിൽ ധാരാളം ഞാവൽ പഴങ്ങളുമുണ്ട്. ജാമുൻ കാ മീഠ ഫൽ ഖാത്തെ സമയം, ഞാവലിൻ്റെ മധുരിക്കുന്ന പഴം തിന്നുമ്പോൾ ബഹുത്ത് ബാർ തേരി യാദ് മന്മയാത്തെ, ഒരുപാട് തവണ ഞാൻ നിന്നെ ഓർക്കാറുണ്ട്. യഹാം ഹോസ്റ്റൽ കാ ഖാന അച്ഛാ, ഇവിടുത്തെ ഹോസ്റ്റലിലെ ഭക്ഷണമൊക്കെ വളരെ നല്ലതാണ്. ഫിർ ബി ഘർ കെ മാം കാ ഖാന ജൈസാ നഹി ഹോത്തെ, എങ്കിലും വീട്ടിലെ അമ്മയുടെ ഭക്ഷണം പോലെ ആവുന്നില്ല. തേരാ നയ സ്കൂൾ കൈസാ, നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയാണ്? സഹേലിയാം കൈസേ, കൂട്ടുകാരികൾ എങ്ങനെയാണ്? ടീച്ചർ ലോ കൈസേ, ടീച്ചറൊക്കെ എങ്ങനെയാണ്? ഗണിത് കാ പഠായി അബ് കൈസേ ചൽ റഹേ, മാത്തമാറ്റിക്സിൻ്റെ പഠനം ഇപ്പോൾ എങ്ങനെ നടക്കുന്നു? സബ് മുച്ചേ ലിഖ്ന, എല്ലാം നീ എനിക്ക് തരണം. എന്നിട്ട് തുമാര വിശ്വസ്ത സാഹിൽ, ബ്രാക്കറ്റിൽ അസ്താക്ഷർ, ഇങ്ങേപ്പുറത്ത് സേവാമേം ബേല പദ എന്ന് എഴുതി വെച്ചാൽ. ഇത് രാജീവ് കന്യാ പാഠശാലയിൽ നിന്ന് ബേല സാഹിലിന് കത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവാം? നമുക്ക് നോക്കാം. നോക്ക്, ബേല രാജീവ് കന്യാ പാഠശാലയും പഠിത്തിയ ബേല രാജീവ് കന്യാ പാഠശാലയിൽ പഠിക്കുന്നു. ഉസ്കോ സാഹിൽ കി യാദായി, അവൾക്ക് സാഹിലിനെ കുറിച്ചോ ഓർമ്മ വന്നു. അപ്പനെ മിത്ര സാഹിൽ കെ നാം പർ വ പത്ര ലിഖി, തൻ്റെ കൂട്ടുകാരനായ സാഹിലിന് വേണ്ടി അവളൊരു കത്ത് എഴുതി. വ പത്ര കൽപ്പന കർക്കെ ലിഖി, ആ കത്തൊന്ന് ഭാവനയിൽ എഴുതാൻ. കത്ത് എഴുതുമ്പോൾ സ്ഥാൻ താരിഖ്, പ്രിയ സാഹിൽ തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട്? ഖുഷ് ഹേന, സുഖമല്ലേ? മേ യഹാ കുശൽ സേ ഹു, ഞാനിവിടെ വളരെ ഹാപ്പിയാണ്. അബ് മേരെ സ്കൂൾ മേ ബോത്ത് സഹേലിയ മിലി, ഇവിടെ എനിക്കിപ്പോൾ സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരികളെ കിട്ടി. സ്കൂൾ കെ പാസ് ട്യൂഷൻ കി സുവിധാ ഭി ഹെ, സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്യൂഷന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്. ഹം സബേരെ ട്യൂഷൻ കെ ബാദ് സ്കൂൾ ജാത്തി ഹെ, ഞങ്ങൾ രാവിലെ ട്യൂഷന് പോയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഹമാരെ ടീച്ചർ ബി ബഹുത്ത് അച്ചി ഹെ, ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ വളരെ നല്ലവരാണ്. അബ് ഗണിത് ബഹുത്ത് ആസാൻ ഹോഗി, ഇപ്പം മാത്തമാറ്റിക്സ് എനിക്ക് വളരെ ഈസിയായി. മുझे തുച്ഛേ देखने के लिए मेरा मन चाहती है, നെക്സ്റ്റ് പാരഗ്രാഫ്, നിന്നെ കാണാൻ എൻ്റെ മനസ്സ് കുതിക്കുന്നു. ക്യാ തുച്ഛ്കോ അച്ഛേ മിത്ര മിലേ, എന്താ നിനക്ക് നല്ല കൂട്ടുകാരൊക്കെ കിട്ടിയോ? പഠായി കൈസേ, പഠനം എങ്ങനെ പോകുന്നു? ഹോസ്റ്റൽ കാ ജീവൻ പസന്തായ, ഹോസ്റ്റൽ ജീവിതം ഇഷ്ടമായോ? സബി ബാത്തേം ലിഖന, എല്ലാ കാര്യങ്ങളും എഴുതണം. ചുട്ടിയാമേ ഫിർ മിലേ, അവധി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. തൂ ആനെ കെ ബാദ്, നീ വന്നതിന് ശേഷം ഹംകോ വീർ ബഹൂട്ടിയോ കോ ദേഖനെ കെ ലിയേ ജാനായി, നമുക്ക് വീർ ബഹൂട്ടികളെ കാണാൻ വേണ്ടി പോകുന്നു. സസ്നേഹ ബേല, ഹസ്താക്ഷർ ഇടതുവശത്ത് സേവാമേ സാഹിൽ പത്ത. ഇത്രയാണ് ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു പാഠമാണ് സബ്സെ ബഡാ ഷോമേൻ. ആ സബ്സെ ബഡാ ഷോമേനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നോക്കുക, സബ്സെ ബഡാ ഷോമേൻ. ഒന്ന്, മാനേജർ ചാർലി കോ സ്റ്റേജ് पर भेजने के लिए മാം से जिद करने का. അമ്മ പാട്ടുപാടി തകരാറായി സ്റ്റേജിൻ്റെ പുറകോട്ട് ഓടി വന്നു. അപ്പോൾ മാനേജർ അമ്മയോട് പറയുന്നു, നീ മകനെ സ്റ്റേജിൽ കയറ്റണം. മാനേജർ ഓർ മാം കെ ബീച്ച് കാ വാർത്താലാപ് കൽപ്പന കർക്കിലേക്ക്, ആ സമയത്ത് അമ്മയും മാനേജറും തമ്മിൽ നടക്കുന്ന സംഭാഷണം കർട്ടൻ്റെ പിറകിൽ എന്തായിരിക്കാം? വളരെ കുറച്ചേ ഉള്ളൂ. ചാർലി കി മാം, ചാർലിയുടെ അമ്മ. ഗാ നഹി പാ രഹിയും സാബ്, എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നില്ല സാഹബേ. മാനേജർ ക്യാ ഹുവാ, എന്ത് പറ്റി? ചാർലി കി മാം ആവാസ് നഹി ആത്തി, ശബ്ദം വരുന്നില്ല. ലക്തായി തോന്നുന്നു ഗലേമേ കുച്ച് ഖറാബി, എൻ്റെ തൊണ്ടയിൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാനേജർ ലോക ചില്ലാരകെ, നീ എന്താ പറഞ്ഞു? നാട്ടുകാരതാ ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകോങ്കോ കിസി ബി തരക് ശാന്ത് കരണേ, നാട്ടുകാരെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം. ചാർലിക്ക് മാം മേ ക്യാ കരൂ സാബ്, ഞാൻ എന്ത് ചെയ്യൂ സാബേ. മാനേജർ ജോറോർ കൊച്ച് കർണ ചാഹിയേ, എന്തെങ്കിലും ചെയ്യണം ബേലെ, എന്തെങ്കിലും ചെയ്യണം ഹെന്നെ. ജൽദി ഹി ചാർലി കോ സ്റ്റേജ് पर भेजो, നീ പെട്ടെന്ന് തന്നെ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കൂ. ചാർലിക്ക് മാം വോ കൈസേ ഹോ സക്തേ, അതെങ്ങനെയാണോ? വോ ബച്ചാ ഹേ, അതൊരു കുട്ടിയല്ലേ. മാനേജർ മേനെ ഉസേ അഭിനയ കർത്തേ ദേക്കാം, അവൻ അഭിനയിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചാർലിക്ക് മാം 5 സാൽ का बच्चा इस ഉഗ്ര ഭീഡ് കോ കൈസേ ഛേൽ പായേഗ, പക്ഷേ ഈ 5 വയസ്സായ കുട്ടി ഈ വലിയൊരു ക്രൗഡിനെ, ആൾക്കൂട്ടത്തെ എങ്ങനെ സഹിക്കും? മാനേജർ മേരാ ബാത് സുനോ, നീ കൂടുതലൊന്നും സംസാരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കൂ. സാമനെ കോയി രാസ്താനേക്ക്, മുൻപിൽ വേറൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ചാർലിക്ക് മാം ടീക്കേ സർ എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. ഇനി 2, ചാർലി ചാപ്ലിൻ സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞു ഇറങ്ങി. സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയും മകനും അന്ന് എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാം. ഷോ കെ ബാദ് ചാർലി और മാം കെ ബീച്ച് का वार्तालाप कीजिए എന്ന ക്വസ്റ്റ്യൻ.
മാം आओ बेटा चार्ली वाह मोने चार्ली चार्ली മാം ക്യാ ഹുവ ആപ്കി ആവാസ് കോ അമ്മേ ഇന്ന് നിങ്ങളെ ശബ്ദത്തിന് എന്ത് പറ്റിയതായിരുന്നു മാം മാലൂ നഹി ബേട്ട അറിയില്ല മകനെ ഗലേ മേ കുച്ച് ഗഡ്ബഡി കെ തൊണ്ടയിൽ എന്തോ ഒരു കുഴപ്പം പറ്റി ചാർലി ക്യാ അബ് ടീക്ക് ഹേ മാം ഇപ്പം ശരിയാണോ അമ്മേ മാം ടീക്ക് ഹേ ബേട്ടാ തുമ്നെ ആജ് കമാൽ കർ ദിയ അതൊക്കെ ശരിയായി മോനെ പക്ഷേ മോനെ നീ ഇന്ന് വളരെ ഗംഭീരമാക്കി ചാർലി മാം സബ് ലോഗോനെ ശബാഷി ദീന എല്ലാവരും ശബാഷ് പറഞ്ഞില്ലേ മാം ബേട്ടാ തുമ്നെ ഹാൾ കോ ഹംസീകർ ബനാ ദിയ നീ ഹാളിനെ ചിരിമന്ദിരമാക്കി മകനെ ചാർലി ഹംസുക്കർ ചിരിച്ചുകൊണ്ട് മേനെ ആപ്കാ ബി നക്കൽ കർത്തതാ ഞാൻ നിങ്ങളെയും അനുകരിച്ചിരുന്നു മാം തുമ്നെ മേരാ നക്കൽ കർത്തേ സമയ ലോക് ബോത്ത് ഹംസെ നീ എന്നെ അനുകരിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾ ഏറ്റവും കൊണ്ട് ചിരിച്ചത് ചാർലി മാം ആപ്പ് ഖുഷിയാന അമ്മ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ മാം ജറൂർ ബേട്ട തീർച്ചയായും മകനെ തും ബഡേ ഷോമേൻ ഹോ എനിക്കൊരു വിഷമമില്ല വളരെ സന്തോഷമേ ഉള്ളൂ നീ ഒരു വലിയ കലാകാരനായി തീരും ചാർലി ചലിയേ മാം നടക്കാമേ സമയം ബോത്ത് ഹുക സമയം ഒരുപാടായി ഗർ ചലേ വീട്ടിലേക്ക് പോവാം മാം ടീക്കേ ചലോ ബേട്ട ശരി നടക്കൂ മകനെ ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺവെർസേഷൻസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പാഠത്തിൽ മാനേജർ അന്ന് എഴുതുന്ന ഒരു ഡയറിയാണ് ആ ഡയറി എങ്ങനെ ഉണ്ടാവാം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഓക്കെ ഈ സംഭവം നടന്ന ദിവസം അന്ന് രാത്രി മാനേജർ ഒരു ഡയറി എഴുതി ആ ഡയറി എങ്ങനെ ഉണ്ടാവാം എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെ താരിഖ് ആദ്യം നമ്മൾ ഡയറിയിൽ താരിഖ് മാത്രം എഴുതുക ആജ് മേരെ ജീവൻ കെ സബ്സെ ബഡേ നസീബ് കാ ദിൻ താ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യദിനമായിരുന്നു ആജ് ബി സംഗീത നിഷാദി ഇന്നും സംഗീത നിശ ഉണ്ടായിരുന്നു ഷോ മേ ബഹുത് ഭീഡ് ദേ ഷോയിൽ ഭയങ്കര തിരക്കായിരുന്നു ഹെന്ന ഗാന ഗാരിഹിരി ഹെന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അചാനക് ഉസ്ക ആവാസ് ബന്ദ് ഹുയി പെട്ടെന്ന് അവളുടെ ശബ്ദം നിന്നുപോയി ലോക ചില്ലാനിലേക്ക് ജനങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി രോത്തി ഹുയി ഹെന്ന സ്റ്റേജിക്ക് പീച്ചേക്ക് ഓറായി കരഞ്ഞുകൊണ്ട് ഹെന്ന സ്റ്റേജിൻ്റെ പിറകിലേക്ക് വന്നു വാൾ ഹാത്ത് ജോഡ്കർ മുച്ചസെ പോല അവൾ കൈ കൂപ്പിക്കൊണ്ട് എന്നോട് പറഞ്ഞു സർ മുച്ചെ ആവാസ് നെഹി ആത്തി സർ എനിക്ക് ശബ്ദം വരുന്നില്ല മേരെ സാമനെ കോയി രാസ്ത നെഹിത എൻ്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു ബച്ചനെ കെ ലിയെ ഉസ് സമയ മേൻ ചാർലി കോ സ്റ്റേജ് പർ ബേജനെ കോ നിശ്ചയിക്കുക രക്ഷപ്പെടാൻ ആ സമയത്ത് ഈ ചാർലിയെ സ്റ്റേജിൽ കയറ്റാൻ ഞാൻ തീരുമാനിച്ചു ഹെന്ന തയ്യാർ നെഹിതി പക്ഷേ ഹെന്ന തയ്യാറായിരുന്നില്ല ലേക്കിൻ മേരി ജിദ് കെ സാമനെ വ ഹാർ ഹുയി പക്ഷേ എൻ്റെ വാശിക്ക് മുൻപിൽ അവൾ പരാജയപ്പെട്ടു ലാസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് എഴുതുക അജീബ് കി ബാത്തിയെ വിചിത്രം എന്ന് പറയട്ടെ ചാർലിനെ ബഹുത്ത് ഖുഷി കെ സാത്ത് ചാർലി വളരെ സന്തോഷത്തോടുകൂടി മുസ്കുരാത്ത് ഹുയി ചിരിച്ചുകൊണ്ട് സ്റ്റേജ് पर गया സ്റ്റേജിലേക്ക് പോയി വ കമാൽ കർ ദിയ അവൻ ഗംഭീരമാക്കി പഹലി ഗാന സെ ഹി വ സബ്കാ ദിൽ ചുരാ ലിയ ആദ്യ ഗാനത്തോടു കൂടി തന്നെ അവൻ എല്ലാവരുടെയും ഹൃദയം കവർന്നു ഫിർ ഉസ്നെ തരേ തരേ കെ അഭിനയ ബി കിയ പിന്നീട് അവൻ പലതരത്തിലുള്ള അഭിനയം നടത്തി ഉസ്നെ ദർശകവും സെ ബാത്ചീത് കി നാട്ടുകാരോട് സംസാരിച്ചു ലോകം ഹംസ്തെ ഹംസ്തെ ജനങ്ങൾ ചിരിച്ചിരിച്ച് വഹാം ഏക്ക് ഹംസീഗർ ബൻ ഗയ അതൊരു ചിരിമന്ദിരമായി മാറി ഉമ്മീദ് കർത്താവ് ഞാൻ പ്രതീക്ഷിക്കുന്നു കി ആകെയൊക്കെ സബി സ്റ്റേജ് ഷോപ്പർ ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റേജ് ഷോയിലും ചാർലിക്കോ ജറൂർ ലേ ജാന ചാർലിയെ തീർച്ചയായിട്ടും കൊണ്ടുപോകണമെന്ന് അതാണ് ആ പാഠത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് ലണ്ടനിലെ ഈ 5 വയസ്സുകാരനെ പയ്യൻ്റെ പരിപാടിക്ക് ശേഷം പിറ്റേ ദിവസം ലണ്ടനിലെ പത്രങ്ങൾ വലിയ വാർത്തയായി ചാർലി ചാപ്ലിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വാർത്ത വന്നു ആ വാർത്തയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അതായത് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിങ്ങൾ ചോദിക്കുന്നത് അത് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ശ്രദ്ധിച്ചോളൂ ചാർലി സ്റ്റേജ് ഷോ കെ ദൂസരാ ദിൻ ചാർലിയുടെ സ്റ്റേജ് ഷോയുടെ 2ാം ദിവസം സമാചാർ പത്രമേ ആയേ ഹുയെ വർത്തമാനകാല പത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് കാ രൂപരേഖ തയ്യാറാക്കി ഒരു റിപ്പോർട്ടിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ ഇതോടുകൂടി നമുക്ക് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ പ്രധാനപ്പെട്ടതെല്ലാം അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ദിൽ ചുരാക്കെ 5 സാൽക്കാൽ എടുക്കാം ഹൃദയം കവർന്നുകൊണ്ട് 5 വയസ്സുകാരനൊരു പയ്യൻ ലണ്ടൻ എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്ഥലത്തിൻ്റെ പേര് എഴുതണം കൽ ലണ്ടൻ പ്രസിഡൻസി ഹാൾമേ ഇന്നലെ ലണ്ടൻ പ്രസിഡൻസി ഹാൾ എന്ന് പറഞ്ഞ ബുക്കിലില്ല പക്ഷെ അങ്ങനെയാണ് റിയലായിട്ട് ഹാൾമേ ഹെന്ന നാമക്ക് ഗായിക ഗാന ഗാരഹിരി ഹെന്ന എന്നാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ പേര് ബുക്കിൽ അതില്ല പക്ഷേ ഹെന്ന എന്ന് പറയുന്ന പാട്ടുകാരി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അചാനക് ഉസ്ക ആവാസ് ബന്ദ് ഹുവ പെട്ടെന്ന് അവരുടെ ശബ്ദം നിന്നുപോയി ലോക ചില്ലാനിലേക്ക് ജനങ്ങളെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി വൈസെ രോക്കർ ഗായിക പീച്ചേക്ക് ഓർ ചലി ഗയി കരഞ്ഞുകൊണ്ട് അവർ സ്റ്റേജിനെ പിറകോട്ട് പോയി ലോക ആശ്ചര്യമേ ദേഖ് രഹേ ജനങ്ങൾ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം 5 സാൽ കാ ഏക് ബച്ച 5 വയസ്സുകാരനൊരു പയ്യൻ
ഹാത്ത് ഫേർത്തെ ഹുയെ, കൈ കൂപ്പിക്കൊണ്ട് മുസ്കുരാത്തെ ഹുയെ, പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജ് പറായ, സ്റ്റേജിലേക്ക് വന്നു. ഉസ്നെ ജോർ സേ ഹി, അവൻ വളരെ ആവേശത്തോടി ലോകം സെ ബാത് കർക്കെ, ജനങ്ങളോട് സംസാരിച്ചിട്ട് ജാക്സ് ജോൺ കാ ഗാന അപ്പനെ തരീക്കെ മേ ഗായ, ജാക്സ് ജോണിൻ്റെ ഒരു പാട്ട് തൻ്റെ സ്റ്റൈൽ അങ്ങോട്ട് പാടി. ബഡേ ബഡേ ലോകം കാ അനുകരൺ കിയ, അതിനുശേഷം വലിയ വലിയ ആളുകളെ അനുകരിച്ചു, ഇമിറ്റേറ്റ് ചെയ്തു. ഓർ നൃത്യ ബി കർക്കെ, നൃത്യവും ചെയ്തിട്ട് സബ്കാ ദിൽ ചുരാലിയ, എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. അസലിമേ സത്യത്തിൽ യേ വ ഗായിക ഹെന്നാക്കെ, അത് ആ ഗായികയായ ഹെന്നയുടെ ബച്ച ചാർലി ചാപ്ലിൻ്റെ മകനായ ചാർലി ചാപ്ലിനായിരുന്നു. ലോഗോനെ ശുരു സെ അന്ത് തക്ക്, ജനങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ താലിയാൻ ബജാത്തെ രഹെ, ക്ലാപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓർ സ്റ്റേജ് പർ ഖൂബ് പൈസെ ബർസെ, സ്റ്റേജിൻ്റെ മുകളിലേക്ക് കണ്ടമാനം പണവും ആളുകൾ വർഷിച്ചു. ഏക് ബാത്ത് സഹി ഹെ, ഒരു കാര്യം സത്യമാണ്, കി കൽ നാളെ ഈ ദുനിയാക്കെ സബ്സെ ബഡേ കലാകാർ ഹോനെ വാലായ, ലോകത്തിലെ ഏറ്റവും വലിയൊരു കലാകാരൻ ആവാനുള്ളവനാണ്. ഇത്രയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ. മറ്റു ഭാഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊന്ന് പാഠം കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ, ആൻസർ ചെയ്യാം.